സമൃദ്ധി എന്ന് പറയുമ്പോൾ ഈ എല്ലാ വാക്കും പറയാനിപ്പോൾ പേടിയാണ്. എന്തോ പറഞ്ഞാലും ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കയറി വരുന്നതെല്ലാം ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഭൗമികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം. എന്നാൽ അതിലുപരിയായി നമ്മുടെ ജീവിതം പച്ച പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, പച്ച പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ വ്യതിയാനത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് നടക്കുന്നതായ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി മാറും, വനമായി എണ്ണപ്പെടും. അങ്ങനെ ഒരു വലിയ ഡിഫറൻസ്, ആത്മാവിൻ്റെ ആഗമനത്തോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതായ ഒരു അവസ്ഥ. അത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമാണ്. അത് ഇന്നും പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മനിറവ് പ്രാപിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും അവരുടെ ജീവിതം മാറിമറിയുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, അത് നമുക്കൊരു യാഥാർത്ഥ്യമായി തീരണം. നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യമായി തീരണം. താഴോട്ട് വായിക്കുമ്പോൾ, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. നോക്കുക, അവിടെ പറയുന്ന കാര്യങ്ങൾ 16-ാമത്തെ വാക്യത്തിൽ നീതി, സമാധാനം, ശാശ്വത വിശ്രമം, നിർഭയത്വം, ഇതെല്ലാം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നടക്കുന്നത് നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടിയിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവരും, എത്രയോ മനുഷ്യർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തുള്ളതിനേക്കാളൊക്കെ ഒത്തിരി നിരാശ, ഡിപ്രഷൻ പേഷ്യൻസ് എന്ത് കൂടിയിട്ടുണ്ട്, എന്തുമാത്രം. ഈ പോസ്റ്റ് കോവിഡ് എഫക്ട്സിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഡിപ്രഷനുള്ള അനേകരെ. അത് മാത്രമല്ല, രോഗം എന്ന നിലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടവരായ ആളുകൾ. പക്ഷേ നമ്മുടെ എല്ലാ നിരാശയെയും മാറ്റിമറിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പ്രവാചകൻ പറയുകയാണ്, ഈ മരുഭൂമിയും ഇതെല്ലാം കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, എന്നാൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. അവിടെ നീതി വസിക്കും. നീതി മാത്രമല്ല, അവിടെ പറയുന്ന കാര്യം, നീതിയുടെ ഫലം നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവുമായിരിക്കും. ശാശ്വത വിശ്രാമം എന്നും. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിട്ടുകളയരുത്. നമ്മുടെ കൂടെ നമ്മെ നയിക്കുന്ന, നടത്തുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സമാധാനം വസിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ 44-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിൻ്റെ പ്രോമിസാണ്. പഴയ നിയമത്തിലെ പ്രോമിസുകൾ ഞാൻ പറയാം. എന്താണ് പ്രോമിസ്? ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. എന്നിട്ട് പറയാണ്, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രോമിസ് ആത്മാവ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, ബാക്കിയുള്ളതൊക്കെ ആർക്കും കിട്ടാം, പക്ഷേ ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വേറെ ആർക്കും ഇത് കിട്ടത്തില്ല. ആത്മാവിനാൽ ജനിച്ചവൻ്റെ മേൽ മാത്രമേ ആത്മാവ് പരിവർത്തിക്കത്തുള്ളൂ. വീണ്ടും ജനനാനുഭവം അതിൻ്റെ ഒരു താക്കോലാണ്. അവിടെ കൊണ്ട് മാത്രം നിർത്തരുത്. യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ബട്ട് യു നീഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചവനാണെങ്കിൽ ആത്മാവിനാൽ നിറയുന്നവനുമായിരിക്കണം, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരിക്കണം, ആത്മാവ് നയിക്കുന്നവനായിരിക്കണം, നടത്തുന്നവനായിരിക്കണം. അത് ആരുടെ മേൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ സന്തതിയുടെ മേൽ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വാക്യമാണത്. നിന്റെ സന്തതിയുടെ മേൽ, ഐ വിൽ പോർ മൈ സ്പിരിറ്റ് അപ്പോൺ യുവർ സീഡ്. നിന്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ദൈവത്തിൻ്റെ വലിയൊരു പ്രോമിസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ അവർക്ക് അനിവാര്യമായിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അതിനുവേണ്ടി നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ബാക്കി ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഹോദരി ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കുന്നില്ല. എന്തോ പറ്റി? ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. നല്ല കാര്യം. എന്തോ ഈ വീട്ടുകാരൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഫാസ്റ്റിങ്? അതെ, മോൻ്റെ പരീക്ഷയാണ്. മോനെ കണ്ട് 4ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് പഠിക്കുന്നത്. ഉടനെ ചോദിച്ചു, അത് ഇപ്പം നവംബറല്ലേ, മാർച്ചിലല്ലേ പരീക്ഷ? അല്ല, ക്ലാസ് പരീക്ഷയാണ്. മോൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ തള്ള എന്നെങ്കിലും എൻ്റെ കുഞ്ഞിനെ ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കളിയാക്കാൻ പറയുന്നതല്ല, വേദന കൊണ്ട് പറയുന്നതാണ്. ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മനിറവുള്ളവരായി ജീവിക്കുവാൻ, എന്നാലേ അവർക്ക് ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്. എന്താണ് പ്രോമിസ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരും. ആ ആത്മാവിനെ പകരുന്നത് കൊണ്ടാണ് അടുത്ത അനുഗ്രഹം ഉണ്ടാകുന്നത്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നമുക്ക് ഈ അനുഗ്രഹം ഇങ്ങനെ പോന്നാൽ മതി, ആത്മാവ് വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. എന്നാൽ കർത്താവ് പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബ്രായ ഭാഷയിലെ പല കാര്യങ്ങളും ഹീബ്രു പാരലലിസം എന്ന് നമ്മൾ പറയാറുള്ള ഒരു കാര്യം, ഒരേ അർത്ഥം തന്നെ 2 വാക്കുകൾ. നമ്മളിവിടെ ദ്വിതീയാക്ഷര പ്രാസം എന്നൊക്കെ മലയാളം പണ്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങ്. അപ്പം ആ സെയിം ശബ്ദം, വാക്കല്ല, സെയിം അക്ഷരം ആവർത്തിക്കുന്നതാണ് നമ്മളിവിടെ പ്രാസമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എബ്രായ ഭാഷയിൽ അക്ഷരമല്ല, ആശയമാണ് ആവർത്തിക്കുന്നത്. ആശയം ആവർത്തിക്കുന്നതിന് ഒരേ അർത്ഥമുള്ള 2 വാക്കുകൾ ഉപയോഗിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, 2ൻ്റെ അർത്ഥം ഒന്നാ. ആത്മാവാണ് അനുഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ആത്മാവിനാൽ നിറയ്ക്കണമേ, ആത്മനിറവുള്ളവനായി, ആത്മനിയന്ത്രിതമായി. ആത്മനിറവെന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ വന്നിരുന്ന് കൈയടിച്ച് പാട്ട് പാടുന്നത്, ഞാനതിനെതിരൊന്നും പറയുകയല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, കൈയടിച്ച് പാട്ട് പാടുന്നത് മാത്രമല്ല, അവനെ ആത്മാവ് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ്റെ സ്കൂളിൽ, അവൻ്റെ കോളേജിൽ ആത്മാവ് അവനെ നിയന്ത്രിക്കണം. നമ്മുടെ യുവാക്കളൊക്കെ ആത്മനിയന്ത്രിതരായിരിക്കണം. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മനിയന്ത്രിതരായിരിക്കണം. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ സന്തതിമേൽ പകരുമെന്നുള്ള വലിയ വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഒരു സ്ട്രീമായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 3ാമത്തെ വാക്യത്തിൽ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുമെന്നാണ്. അല്ലാതെ ഇച്ചിരി തുള്ളിയായിട്ട് തരുമെന്നല്ല. ആത്മാവിനെ ഒരു നീരൊഴുക്കായിട്ട്, വലിയ സ്ട്രീംസ് ആയിട്ട്, അല്ലാതെ ഒരു ഇച്ചിരി എപ്പോഴെങ്കിലും സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇച്ചിരയും കൊണ്ട് പോകാനല്ല. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ കൂടെ ഒഴുകിച്ചെല്ലുന്ന ഒരു നദി പോലെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗമെന്ന് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 37ാമത്തെ വാക്യത്തിൽ കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വളരെ സന്തോഷകരമായ ഒരു വാക്യമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിൻ്റെ വാക്കുകളാണ്. കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്നു വെച്ച് കഴിഞ്ഞാൽ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, കുടിച്ച് നിറയട്ടെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അറിയാം. പക്ഷെ ഇത് പറയുന്നത്, കുടിക്കുന്ന, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമല്ല നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വയറ്റിലോട്ട് ചെല്ലുന്നത് മാത്രമല്ല, അവിടെ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകുന്നു. പുറത്തോട്ട് ഒഴുകണമെങ്കിൽ അകത്തങ്ങ് നിറഞ്ഞങ്ങ് കവിയുക, അതുകൊണ്ടല്ലേ പുറത്തോട്ട് ഒഴുകത്തുള്ളൂ. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു സമൃദ്ധി ഇവിടെ താഴെ പറയുന്നു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ അന്ന് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യം, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഇഷ്ടം പോലെ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. എന്താണതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അവൻ ഇത് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കേണ്ടത് ഒരു ചെറിയ ഗ്ലാസിനകത്ത് കുടിക്കുന്ന ഒരു അവസ്ഥയല്ല. പ്രത്യുത കുടിക്ക്, ധാരാളമായി കുടിക്ക്. അത് പകർന്നു തരുവാൻ ദൈവം തയ്യാറാണ്. യേശു പറയാ, ദാഹിക്കുന്നവർ വരട്ടെ, എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, കുടിച്ച് നിനക്ക് നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് പുറത്തോട്ടൊഴുകുക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ടൊഴുകും. അതുപോലെ സമൃദ്ധിയായ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. യെശയ്യാവ് പറഞ്ഞതാണ് നീരൊഴുക്കുകൾ. അപ്പൊ ഈ പ്രോമിസ് നേരത്തെ ഉണ്ട്, പുതിയ നിയമത്തിൽ അതിന്റെ നിവൃത്തി നമ്മൾ കാണുകയാണ്. യെശയ്യാവ് തന്നെ പറഞ്ഞു, എന്താണ്? ആത്മാവിന്റെ നീരൊഴുക്ക്. അത് നമ്മൾ കണ്ടതാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം, വരണ്ട നിലത്ത് വെള്ളമല്ല, നീരൊഴുക്ക്, സ്ട്രീംസ് ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ആത്മാവിനെ പാനം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആത്മീയ അനുഗ്രഹമാണ് നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. ഇത്രയും വലിയ അനുഗ്രഹം എന്തോ? ആത്മനിറവുള്ള ഒരു മകൻ എനിക്കുണ്ടെങ്കിൽ, എൻ്റെ സന്തതി ആത്മനിറവുള്ളവരാണെങ്കിൽ, എൻ്റെ സന്താനത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നിരിക്കുന്നെങ്കിൽ അത്രയും വലിയ സമ്പത്ത് എനിക്ക് വേറെ എന്താ ഉള്ളേ? ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ട്രഷർ ഐ ക്യാൻ ഹാവ് ഇൻ ദിസ് വേൾഡ്. ആത്മനിയന്ത്രിതരായ കുഞ്ഞുങ്ങൾ എനിക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ള കുഞ്ഞുങ്ങളായി അവരിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തോട്ടൊഴുകുന്നത് നമ്മൾ വിഭാവന കാണണം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് ആവശ്യം. പരിശ്രമമല്ല, അതിന് പ്രാർത്ഥന ആവശ്യം. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം പ്രോമിസ് ഉണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഇതൊക്കെയാ വാഗ്ദത്തങ്ങൾ.